സോ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് സിൻടാക്സ് അനാലിസിസ് ആണ്. ഈ സിൻടാക്സ് അനാലിസിസിനെ തന്നെ നമ്മൾ പാഴ്സിംഗ് എന്നും കൂടി പറയാറുണ്ട്. സോ അനദർ നെയിം ഓഫ് സിൻടാക്സ് അനാലിസിസ് ഈസ് പാഴ്സിംഗ്. സോ അപ്പോൾ പാഴ്സിംഗ് ചോദിച്ചാലും സിൻടാക്സ് അനാലിസിസ് ചോദിച്ചാലും രണ്ടും ഒന്ന് തന്നെയാണ്. ആക്ച്വലി പാഴ്സിംഗിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെക്സിക്കൽ അനലൈസറിൽ നിന്നുള്ള നമ്മുടെ ഔട്ട്പുട്ട്, ലെക്സിക്കൽ അനലൈസർ തരുന്ന ഔട്ട്പുട്ട് എന്താണ്? ടോക്കൺസ് ആണ് അല്ലേ? ആ ടോക്കൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ സ്ട്രിങ് ഒരു പെർട്ടിക്കുലർ ഗ്രാമറിനെ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? അതായത് നമ്മൾ സോഴ്സ് ലാംഗ്വേജസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രാമർ യൂസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, ആ ഗ്രാമർ യൂസ് ചെയ്ത് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യാൻ കിട്ടുന്ന ഒരു സ്ട്രിങ് ആണോ ഈ കിട്ടിയ ടോക്കൺ എന്നുള്ളത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ പാഴ്സിംഗ് ഫേസിൽ ചെയ്യുന്നത്. സോ സോഴ്സ് ലാംഗ്വേജ് റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാമർ യൂസ് ചെയ്ത് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന സ്ട്രിങ് ആണോ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ടോക്കൺ എന്ന് വെരിഫൈ ചെയ്യുന്നതാണ് സിൻടാക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ പണി എന്ന് പറയുന്നത്, അതോടൊപ്പം തന്നെ കോമൺലി ഒക്കർ ചെയ്യുന്ന കോമൺലി ഒക്കറിങ് എറേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ കറക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള മെഷേഴ്സ് എടുക്കുക എന്നുള്ളതും കൂടി ഈ സിൻടാക്സ് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി പല ടൈപ്പ് ഓഫ് പാഴ്സേഴ്സ് അവൈലബിൾ ആണ്. മെയിൻലി രണ്ട് ടൈപ്പ് ഓഫ് പാഴ്സേഴ്സ്, അതായത് എല്ലാ പാഴ്സേഴ്സിനെയും നമ്മൾ മെയിൻലി രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ പാഴ്സേഴ്സ് ആണ്. രണ്ട് കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. ടോപ്പ് ഡൗൺ പാഴ്സേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടം അപ്പ് പാഴ്സേഴ്സും ഉണ്ട്. ഇങ്ങനെ രണ്ട് ടൈപ്പ് പാഴ്സേഴ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ടോപ്പ് ഡൗൺ പാഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പാഴ്സ് ട്രീ ആണ് നമ്മൾ ഈ ഒരു ഫേസിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പാഴ്സിങ്ങിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സിൻടാക്സ് അനാലിസിസിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പാഴ്സ് ട്രീ ആണ്. സോ പാഴ്സ് ട്രീ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഏതെങ്കിലും നമ്മുടെ ഈ സ്ട്രിങ് ഡിറൈവ് ചെയ്യുന്നതിൻ്റെ, ഒരു ഗ്രാമറിൽ നിന്ന് ഒരു സ്ട്രിങ് ഡിറൈവ് ചെയ്ത് കിട്ടുന്നതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് പാഴ്സ് ട്രീ എന്ന് പറയുന്നത്. സോ ആ പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യുന്നത് ഈ സിൻടാക്സ് അനാലിസിസ് ഫേസ് അല്ലെങ്കിൽ ഈ പാഴ്സിംഗ് ഫേസിലാണ്. സോ അപ്പോൾ ഈ രണ്ട് ടൈപ്പ് പാഴ്സേഴ്സിൽ ടോപ്പ് ഡൗൺ പാഴ്സേഴ്സ് പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യുന്നത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കായിരിക്കും, അതായത് റൂട്ട് ലെവലിൽ നിന്ന് ലീഫ് ലെവലിലേക്ക് ടോപ്പ് ടു ബോട്ടം ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പാഴ്സ് ട്രീ ജനറേഷനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ പാഴ്സിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ബോട്ടം അപ്പ് എന്ന് പറയുമ്പോഴത്തേനും തിരിച്ചായിരിക്കും വരുന്നത്, ലീഫിൽ നിന്ന് റൂട്ടിലേക്കായിരിക്കും പാഴ്സ് ട്രീ ജനറേഷൻ പോകുന്നത്. താഴെ നിന്ന് മുകളിലേക്കുള്ള പ്രോസസ്സ്. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് പാഴ്സിംഗ് മെത്തേഡ്സ് ആണ് മെയിനായിട്ട് ഉള്ളത്. ഈ രണ്ട് കേസിലാണെങ്കിലും ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് സോഴ്സ് പ്രോഗ്രാം അപ്ലൈ ചെയ്യുന്ന സോഴ്സ് പ്രോഗ്രാമിനെ ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്തിട്ടാണ് ഇത് പാഴ്സ് ട്രീ ജനറേഷൻ ചെയ്യുന്നത്. അതും വൺ സിമ്പിൾ അറ്റ് എ ടൈം ആയിരിക്കും ഇത് റീഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വെരിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, സോ അപ്പം ഇതിനകത്ത് രണ്ട് ടൈപ്പ് പാഴ്സിംഗ് മെത്തേഡ്സ് ആണ് ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ്. ടോപ്പ് ഡൗൺ വരുമ്പോഴത്തേനും പാഴ്സ് ട്രീ ജനറേഷൻ നടക്കുന്നത് റൂട്ടിൽ നിന്ന് ലീഫിലേക്കായിരിക്കും വരുന്നത്, ടോപ്പിൽ നിന്ന് ഡൗൺ ചെയ്ത് ലീഫിലേക്ക് പോകുന്നു. ബോട്ടം അപ്പ് ആണെങ്കിൽ ലീഫിൽ നിന്ന് റൂട്ടിലേക്ക്, താഴെ നിന്ന് മുകളിലേക്കായിരിക്കും പോകുന്നത്. ഇനി ഈ രണ്ട് കേസിലാണെങ്കിൽ പോലും ഇൻപുട്സ് സ്കാൻ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിനെ സ്കാൻ ചെയ്ത് ടോക്കണിനെ സ്കാൻ ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. ലെഫ്റ്റ് ടു റൈറ്റ് ഓരോരോ സിമ്പിൾസ് ആയിട്ട് വൺ അറ്റ് എ ടൈം എന്നുള്ള രീതിയിലായിരിക്കും സ്കാനിങ് നടക്കുന്നത്. സോ അപ്പം പാഴ്സറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു എന്താണ്, പാഴ്സ് ട്രീ ആണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ ഓർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ടോക്കൺസ് ആയിരിക്കും പാഴ്സേഴ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടാസ്ക്സ്, നമ്മൾ എന്തൊക്കെ ടാസ്ക്സ് ആണ് പാഴ്സിങ്ങിൽ ചെയ്യുന്നത് എന്നുള്ളത്, പാഴ്സ് പെർഫോംഡ് ഡ്യൂറിങ് പാഴ്സിങ്, അതായത് ഒരു പാഴ്സിങ് നടത്താൻ വേണ്ടി അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. മെയിനായിട്ട് 3 ടാസ്കുകളാണ് ഇതിനകത്ത് വരുന്നത്. ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്റ്റിംഗ് ഇൻഫർമേഷൻ,
കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് വേരിയസ് ടോക്കൺസ്, പല പല ടോക്കൺസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്തിട്ട് അതിനെ സിമ്പിൾ ടേബിളിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അതായത് പാഴ്സറിൻ്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ടോക്കൺസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് കളക്ടിങ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അതിനെ സിമ്പിൾ ടേബിളിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ചെക്കിംഗ് നടത്തുക. ഓക്കെ, പെർഫോം ടൈപ്പ് ചെക്കിംഗ് ചെയ്യണം. അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന സിമാൻറ്റിക് അനാലിസിസ് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു പാഴ്സറിൻ്റെ ഡ്യൂട്ടിയാണ്. സോ സിമാൻറ്റിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ടൈപ്പ് ചെക്കിങ്ങും ടൈപ്പ് കൺവേർഷൻസും ഒക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ജനറേറ്റ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുക. നമ്മുടെ ടോക്കൺസിന് ആവശ്യമായിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നോർമലി ഒരു പാഴ്സിംഗ് ടൈമിൽ ചെയ്യുന്നത്. അപ്പോൾ 3 ടാസ്കുകളാണ് മെയിനായിട്ട് അത് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കളക്ട് ദി ഇൻഫർമേഷൻ അബൌട്ട് ദ ടോക്കൺ ആൻഡ് പുട്ട് ഇൻ ടു സിമ്പിൾ ടേബിൾ. ദെൻ സെക്കൻഡ് വൺ ഈസ് ടൈപ്പ് ചെക്കിംഗ്, അതുപോലെ തന്നെ സിമാൻറ്റിക് അനാലിസിസ്, ഇതൊക്കെ പെർഫോം ചെയ്യുക. തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് കോഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ജനറേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഴ്സിംഗ് ടൈമിൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിൻടാക്സ് അനാലിസിസ് അല്ലെങ്കിൽ പാഴ്സിങ്ങിനെ കുറിച്ചുള്ള ജനറൽ ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ അടുത്ത് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻടാക്സ് എറർ ഹാൻഡ്ലിംഗ് ആണ്. സിൻടാക്സ് എറേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നത്, പാഴ്സർ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. സോ സിൻടാക്സ് എറർ ഹാൻഡ്ലിംഗ്, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനകത്ത് ഏത് സ്റ്റെപ്പിൽ വേണമെങ്കിലും എറേഴ്സ് വരാം, അല്ലേ? ഡിഫറെൻറ്റ് ലെവൽസിൽ, ഏത് ലെവൽസിൽ വേണമെങ്കിലും എറർ വരാം. കോമൺ ആയിട്ട് നമ്മൾ വരുന്ന ടൈപ്പ് ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ലെക്സിക്കൽ എറേഴ്സ് ആണ്. ലെക്സിക്കൽ എറേഴ്സ് ഉണ്ടാവാം. 2 സിൻടാക്റ്റിക് എറേഴ്സ് വരാം. 3 സിമാൻറ്റിക് എറേഴ്സ് വരാം. 4 ലോജിക്കൽ എറേഴ്സ് വരെ. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ് മെയിൻലി ഒരു പ്രോഗ്രാമിനകത്ത് വരാൻ ചാൻസ് ഉള്ളത്. ലെക്സിക്കൽ എറേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ നോർമലി എന്തെങ്കിലും മിസ്പെല്ലിംഗ് നടത്തുന്നു, നമ്മൾ ടൈപ്പിംഗ് എറേഴ്സ് വരുന്നു, നമ്മൾ ഏതെങ്കിലും കീവേഡിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് അല്ലാതെ കൊടുക്കുന്നു, ഒരിടത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്ത ഐഡൻറ്റിഫയറിൻ്റെ നെയിം ആയിരിക്കില്ല ചിലപ്പോൾ വേറൊരിടത്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുന്ന കേസസിലെയാണ് നമ്മൾ ലെക്സിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സിൻടാക്റ്റിക് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരിത്മെറ്റിക് എക്സ്പ്രഷൻസ് കൊടുക്കുന്നു, അതിനകത്ത് പാരാന്തസിസ് അൺബാലൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. സോ അൺബാലൻസ്ഡ് പാരാമീറ്റേഴ്സ്, പാരാന്തസിസ്, അതാണ് സിൻടാക്റ്റിക് എറേഴ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ദെൻ സിമാൻറ്റിക് എറേഴ്സിന് എക്സാമ്പിൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകോമ്പാറ്റിബിൾ ആയിട്ടുള്ള ഓപ്പറാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന കേസ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്, 2 ഓപ്പറാൻഡ്സ് യൂസ് ചെയ്ത് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ ഓപ്പറേഷനുമായിട്ട് കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ഓപ്പറാൻഡ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ക്ലാസിഫൈഡ് ആസ് എ സിമാൻറ്റിക് എറർ. ദെൻ ലോജിക്കൽ എറർ എന്ന് പറയുന്നത് പല രീതിയിലും വരാം. നമ്മൾ ലോജിക്കലി അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ, അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു കൺസെപ്റ്റിൽ വരുന്ന മിസ്റ്റേക്ക്, അങ്ങനെയൊക്കെ വരുന്നത് വരാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ എഴുതുമ്പോഴത്തേനും നമ്മൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നു, ആ ഫംഗ്ഷൻ ടെർമിനേറ്റ് ചെയ്യാതെ വരാം. അതൊക്കെ നമ്മുടെ ലോജിക്കൽ മിസ്റ്റേക്സ് ആണ്. സോ അപ്പം ഇൻഫൈനൈറ്റ്, റിക്കേഴ്സീവ് കോള്, ഇതെല്ലാം ലോജിക്കൽ എറേഴ്സിനകത്ത് വരുന്നതാണ്. സോ ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ് മെയിൻലി ഒരു പ്രോഗ്രാമിനകത്ത് ഉണ്ടാവാൻ ഉള്ള സാധ്യതയുള്ളത്. ഈ എറേഴ്സിനെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാ ഫേസസിലും, കമ്പൈലറിൻ്റെ എല്ലാ ഫേസസിലും ആക്ച്വലി ഈ എറർ ഹാൻഡ്ലിംഗ് ഉണ്ട്. പക്ഷേ പാഴ്സിംഗ് അല്ലെങ്കിൽ സിൻടാക്സ് അനാലിസിസിലാണ് മെയിനായിട്ടും എറർ ഹാൻഡ്ലിംഗ് ചെയ്യുന്നത്. എറർ ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി,
എറർ ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പാഴ്സേഴ്സാണ്. പാഴ്സേഴ്സിനെ കൊണ്ടാണ് നമ്മൾ എറർ ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി മെയിനായിട്ടും ചെയ്യിപ്പിക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള എറേഴ്സ് എല്ലാം തന്നെ സിൻഡാക്റ്റിക് നാച്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, സിൻഡാക്റ്റിക് എറേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ സിൻഡാക്സ് കറക്റ്റ് അല്ലാണ്ട് പോകുന്ന എറേഴ്സ് ഒക്കെ ആയിരിക്കും കൂടുതലും പ്രോഗ്രാംസിലെല്ലാം വരുന്നത്. സോ അപ്പോൾ അത് നമ്മൾ ടോക്കൺസ് ഐഡൻറ്റിഫൈ ചെയ്ത് ടോക്കൺസ് ജനറേറ്റ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു പാഴ്സ് ട്രീ ജനറേഷനൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ആ ഗ്രാമാറ്റിക്കൽ റൂൾസ് അറിയാൻ പറ്റും. നമ്മൾ ഏതൊരു ലാംഗ്വേജിലാണെങ്കിലും ഗ്രാമാറ്റിക്കൽ റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പാഴ്സിങ് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും. സോ അപ്പം സിൻടാക്റ്റിക് എറേഴ്സിനെ ഏറ്റവും കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഫേസിലാണ്. അതായത് സിൻടാക്സ് അനാലിസിസ് അല്ലെങ്കിൽ പാഴ്സിങ് ഫേസിലാണ് സിൻടാക്റ്റിക് എറേഴ്സിനെ കൂടുതലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള മോഡേൺ പാഴ്സിങ് മെത്തേഡ്സിനെല്ലാം തന്നെ സിൻടാക്റ്റിക് എറേഴ്സിനെ എഫിഷ്യൻ്റ് ആയിട്ട് ഡീൽ ചെയ്യാനുള്ള കഴിവുണ്ട്. പാഴ്സിങ് മെത്തേഡ്സ് ക്യാൻ എഫിഷ്യൻ്റ്ലി ഹാൻഡിൽ സിൻടാക്റ്റിക് എറേഴ്സ്. ഈ രണ്ട് റീസൺസ് കൊണ്ടാണ് ഈ പാഴ്സിങ്ങിനെ കൊണ്ട് കൂടുതലും ഈ എറർ ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി പാഴ്സേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത്. ഒന്നാമത് നമ്മൾ ഈ പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട്, അതായത് ടോക്കൺസിനെ അനലൈസ് ചെയ്ത് പാഴ്സ് ട്രീ ജനറേഷൻ വരുന്നത് കൊണ്ട് തന്നെ മിക്കവാറും ഉള്ള സിൻടാക്റ്റിക് എറേഴ്സ് എല്ലാം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കൂടുതലും പ്രോഗ്രാംസിൽ വരുന്ന എറേഴ്സ് എന്ന് പറയുന്നത് സിൻടാക്റ്റിക് എറേഴ്സ് ആണ്. ദെൻ മോഡേൺ പാഴ്സിങ് മെത്തേഡ്സിനെല്ലാം തന്നെ എഫിഷ്യൻ്റ് ആയിട്ട് സിൻടാക്റ്റിക് എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ രണ്ട് റീസൺസ് കൊണ്ട് നമ്മൾ പാഴ്സേഴ്സിനെ കൊണ്ടാണ് എറർ ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി ചെയ്യിപ്പിക്കുന്നത്. സോ അപ്പോൾ പാഴ്സറിനകത്തുള്ള എറർ ഹാൻഡ്ലർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എറർ ഹാൻഡ്ലർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പാഴ്സേഴ്സിൽ? ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എറർ കണ്ടു കഴിഞ്ഞാൽ ആ എററിനെ റിപ്പോർട്ട് ക്ലിയർലി ആൻഡ് ആക്യുറേറ്റ്ലി, ആ എററിനെ ക്ലിയർ ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് എറർ ഹാൻഡ്ലറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എററിനെയും ഡിറ്റക്റ്റ് ചെയ്താൽ ഉടനെ തന്നെ എത്രയും വേഗം റിക്കവർ ചെയ്യുക എന്നുള്ളതാണ്. സോ റിക്കവർ ക്വിക്ക്ലി. ഒരു എറർ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്രയും വേഗം റിക്കവർ ചെയ്യുക, എങ്കിൽ മാത്രമേ അടുത്തടുത്ത് എറേഴ്സ് സബ്സിക്വൻ്റ് ആയിട്ടുള്ള എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് നോട്ട് സ്ലോ ഡൗൺ ദ പ്രോസസ്സിംഗ് ഓഫ് കറക്റ്റ് പ്രോഗ്രാംസ്. അതായത് ഒരു എറർ വന്നു എന്ന് കരുതി ആ പ്രോഗ്രാമിൻ്റെ ഫുൾ എഫിഷ്യൻസിയെ അത് ബാധിക്കാൻ പാടില്ല. ആ പ്രോഗ്രാമിനെ സ്ലോ ഡൗൺ ചെയ്യാൻ പാടില്ല. എത്രയും വേഗം അതിൻ്റെ എറേഴ്സ് റിക്കവർ ചെയ്ത് അതിൻ്റെ എക്സിക്യൂഷൻ ഫാസ്റ്റ് ആക്കണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നോർമലി ഒരു പാഴ്സറിനകത്തുള്ള എറർ ഹാൻഡ്ലർ ചെയ്യുന്നത്. ഒന്ന്, റിപ്പോർട്ട് ദ എറേഴ്സ് ക്ലിയർലി ആൻഡ് ആക്യുറേറ്റ്ലി. സെക്കൻഡ് വൺ ഈസ് റിക്കവർ ഈച്ച് എറേഴ്സ് ക്വിക്ക്ലി. എങ്കിൽ മാത്രമേ ഇത് ക്വിക്ക്ലി നമ്മൾ ഒരെണ്ണത്തിൽ നിന്ന് റിക്കവർ ആയാൽ മാത്രമേ സബ്സിക്വൻ്റ് ആയിട്ട് എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറക്റ്റ് പ്രോഗ്രാമിനെ നമ്മൾ, അതായത് ഒരു പ്രോഗ്രാമിനകത്തോ ഒരു സെൻറ്റൻസിലോ എറർ വന്നു എന്ന് വിചാരിച്ച് അതിൻ്റെ ബാക്കി പ്രോസസ്സിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഒരു എറർ ഹാൻഡ്ലർ ചെയ്യേണ്ടത്. ദെൻ എങ്ങനെയാണ് എറർ റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഹൗ ടു റിപ്പോർട്ട് എറേഴ്സ്. നമുക്കറിയാം, നോർമലി നമ്മൾ സിഇയിലൊക്കെ ചെയ്ത സമയത്ത് കമ്പൈലറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എറേഴ്സ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന്. അപ്പോൾ എങ്ങനെയായിരിക്കും, ഒരു എറർ കണ്ടു കഴിഞ്ഞാൽ ആ സോഴ്സ് പ്രോഗ്രാമിനകത്ത് അതിൻ്റെ പ്ലേസ്, ഓക്കെ, ഏത് ഭാഗത്താണ് എറർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്
ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. സോ പ്ലേസ് ഓഫ് എറർ, സോഴ്സ് പ്രോഗ്രാമിനകത്ത് പ്ലേസ് ഓഫ് എറർ ഷുഡ് ബി ഡിറ്റക്റ്റഡ് ആൻഡ് ഇറ്റ് ഷുഡ് പ്രിൻറ്റ് ദി ഒഫൻഡിങ് ലൈൻ. ഒഫൻഡിങ് ലൈൻ എവിടെയാണ് വരുന്നത്, ഏത് ഭാഗത്താണ് വരുന്നത് എന്നുള്ളത് ഒരു പോയിന്റർ യൂസ് ചെയ്ത് ഡിറ്റക്ട് ചെയ്ത് ആ ഭാഗത്തിനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ പ്രിന്റ് ചെയ്ത് കാണിക്കുക. പിന്നെ എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള എറേഴ്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് മെസ്സേജ് പ്രിന്റ് ചെയ്യാം. ഈ ഒരു രീതിയിലായിരിക്കണം എപ്പോഴും എറർ റിപ്പോർട്ടിംഗ് നടക്കേണ്ടത്. അപ്പോൾ എവിടെയാണ് സോഴ്സ് പ്രോഗ്രാമിനകത്ത് ഏത് പ്ലേസിലാണ് എറർ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് പറയണം. അതോടൊപ്പം തന്നെ ഒഫൻഡിങ് ലൈൻ ഏതാണോ ആ ലൈനിൽ ഏത് ഭാഗത്താണ് വരുന്നത് എന്നുള്ളത് ഒരു പോയിന്റർ യൂസ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ദെൻ മെസ്സേജസ്, അതായത് എറേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് മെസ്സേജസ് പ്രിന്റ് ചെയ്ത് കാണിക്കുക. ഇപ്പോൾ ഇത് ഡയഗ്നോസ്റ്റിക് മെസ്സേജ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് സെമികോളൻ ആണ് മിസ്സിംഗ് എങ്കിൽ അതിനകത്ത് ഡിസ്പ്ലേ ആയിട്ട് വരണം സെമികോളൻ മിസ്സിംഗ് അറ്റ് ദിസ് പെർട്ടിക്കുലർ പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അപ്പോൾ ഏതൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള എറർ ഹാൻഡ്ലിംഗ് മെക്കാനിസം ആണെങ്കിലും എറർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലായിരിക്കണം. അപ്പോൾ എറർ കണ്ടാൽ തന്നെ ഡെവലപ്പറിന് അല്ലെങ്കിൽ പ്രോഗ്രാമർക്ക് മനസ്സിലാവണം എവിടെയാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്, എന്ത് ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക് ആണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഒരു എറർ ഹാൻഡ്ലർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്. അടുത്തത് എങ്ങനെയാണ് ഈ എറർ റിക്കവർ ചെയ്യേണ്ടത്, ഹൗ ടു റിക്കവർ ഫ്രം ആൻ എറർ. നോർമലി പാഴ്സേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ attempts to restore itself to the previous position where there is no errors. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ബാക്കിലോട്ട് സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ മുന്നിലോട്ട് സ്കിപ്പ് ചെയ്ത് പോയിട്ട് എവിടെ നിന്നാണോ പാഴ്സറിന് കംഫർട്ടബിൾ ആയിട്ട് അടുത്ത പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അവിടേക്ക് ജമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നോർമലി പാഴ്സേഴ്സ് എല്ലാം അങ്ങനെയാണ് എറർ റിക്കവറി നടത്തുന്നത്. എറർ റിക്കവറി നടത്തുക എന്ന് പറയുമ്പം എറർ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എറർ കറക്ഷൻ നടത്തുന്നത് ഡെവലപ്പർ തന്നെയായിരിക്കും. അപ്പം എറർ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നീടാണ് യൂസർ അത് കറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് എറേഴ്സിൽ നിന്ന് റിക്കവർ ചെയ്യുന്നത്. ഇനി ഈ എറേഴ്സിൽ നിന്നുള്ള റിക്കവറി സ്ട്രാറ്റജീസ് ഉണ്ട്. എറർ റിക്കവറി സ്ട്രാറ്റജീസ് ഉണ്ട്. എറർ റിക്കവറി സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് എറർ റിക്കവറി മെക്കാനിസംസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഒരു സ്ട്രാറ്റജി പോലും അല്ലെങ്കിൽ ഒരു മെത്തേഡ് പോലും യൂണിവേഴ്സിറ്റിയിലി അക്സെപ്റ്റബിൾ ആണ് എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫുള്ളി എഫിഷ്യൻ്റ് ആണ് എന്ന് പറയാൻ പറ്റുന്ന മെത്തേഡ്സ് ഒന്നും തന്നെ ഇല്ല. നമ്മളിപ്പം അത്യാവശ്യം ഒരു 1-2 മെത്തേഡ്സ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പാനിക് മോഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. പാനിക് മോഡിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എറർ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു എറർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പാഴ്സർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കാർഡ്സ് ദ ഇൻപുട്ട് സിമ്പിൾസ്. പിന്നെ സബ്സീക്വൻ്റ് ആയിട്ട് വരുന്ന ഇൻപുട്ട് സിമ്പിൾസിനെ എല്ലാം പാഴ്സർ ഡിസ്കാർഡ് ചെയ്യും until one of a designated set of synchronizing tokens is found. until ഏതെങ്കിലും ഒരു സിങ്ക്രണൈസിങ് ടോക്കൺ കാണുന്നത് വരെ. ഇവിടെ സിങ്ക്രണൈസിങ് ടോക്കൺ ഉദ്ദേശിക്കുന്നത് നോർമലി ഡീലിമിറ്റേഴ്സ് ആണ്. ഡീലിമിറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും വൈറ്റ് സ്പേസസ് ആവാം. നമ്മൾ ടോക്കൺസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഡീലിമിറ്റേഴ്സ് ആണ് ഇവിടെ നോർമലി സിങ്ക്രണൈസിങ് ടോക്കൺസ് ആയിട്ട് പറയുന്നത്. വൈറ്റ് സ്പേസ് ആവാം, ഓപ്പറേറ്റേഴ്സ് ആവാം, സെമികോളൻസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ സിമ്പിൾസ് ആവാം, എന്ത് വേണേലും ആവാം. ഇതിൽ ഏതെങ്കിലും ഒരു സിമ്പിൾ കാണുന്നത് വരെ, സിങ്ക്രണൈസിങ് ടോക്കൺ കാണുന്നത് വരെ ഇൻപുട്ട് സിമ്പിൾസിനെ ഡിസ്കാർഡ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഈ പാനിക് മോഡിനകത്ത് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്കിപ്പിംഗ് വരുന്നത് കാരണം അഡീഷണൽ എറേഴ്സ് എന്തെങ്കിലും അവിടെ വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടാതെ പോകും.
അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് മെത്തേഡ് ഈസ് ഫ്രേസ് ലെവൽ റിക്കവറി. ഫ്രേസ് ലെവൽ റിക്കവറി ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴ്സർ വിൽ ഡു ലോക്കൽ കറക്ഷൻസ്. പാഴ്സർ തന്നെ സ്വന്തമായിട്ട് കുറച്ച് ലോക്കൽ കറക്ഷൻസ് ചെയ്തിട്ട് ആ എററിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതാണ് ഫ്രേസ് ലെവൽ റിക്കവറി എന്ന് പറയുന്നത്. അതിന് ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കീവേഡ്സ് ഒക്കെ അതിന് ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലെന്തെങ്കിലും ചെറിയ വ്യത്യാസമാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് മാറ്റി റീപ്ലേസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള കീവേഡ് ഇട്ട് നോക്കുക, അങ്ങനെ കറക്റ്റ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ ഇപ്പോൾ സെമിക്കോളന് പകരം കോമയാണ് കിടക്കുന്നതെങ്കിൽ കോമ മാറ്റി സെമിക്കോളൻ കൊടുക്കുക. അതല്ലെങ്കിൽ സെമിക്കോളൻ മിസ്സിങ് ആണെങ്കിൽ അവിടെ ഒരു സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലോക്കൽ കറക്ഷൻസ് ചെയ്തു പോകുന്ന ഒരു മെത്തേഡാണ് ഫ്രേസ് ലെവൽ റിക്കവറി എന്ന് പറയുന്നത്. ഇത് നോർമലി കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ചസിലാണ് അല്ലെങ്കിൽ ടോപ്പ് ഡൗൺ പാഴ്സിങ്ങിലാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനും ഡ്രോബാക്സ് ഉണ്ട്. അതായത് പല സിറ്റുവേഷനിൽ എന്ത് ടൈപ്പ് എറർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്കിത് ആപ്ലിക്കബിൾ ആക്കി നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ടൈപ്പ്, അതായത് ആ എറർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ റിക്കവറി പോസിബിൾ അല്ലാതെ വരും. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ദെൻ മൂന്നാമത്തെ എറർ റിക്കവറി സ്ട്രാറ്റജിയാണ് എറർ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്. ഈ എറർ പ്രൊഡക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള എറേഴ്സിനെ നമ്മൾ ആ ലാംഗ്വേജിൻ്റെ ഗ്രാമറായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കും. ഓഗ്മെൻറ്റ് ടു ദ ഗ്രാമർ. സോ കോമൺ എറേഴ്സിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സോഴ്സ് ലാംഗ്വേജിൽ പ്രൊഡക്ഷൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് യൂസ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് യൂസ് ചെയ്ത് ആ ഒരു എറർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റിക്കവറി ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് എറർ പ്രൊഡക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് എറർ റിക്കവറി സ്ട്രാറ്റജീസ് ആയിട്ട് മെയിനായിട്ടും പാഴ്സേഴ്സിനകത്ത് ഉള്ളത്: പാനിക് മോഡ്, ഫ്രേസ് ലെവൽ റിക്കവറി, എറർ പ്രൊഡക്ഷൻസ്. ഓക്കെ.